വിയറ്റ്നാമിലെ ദനാങ് എന്ന പട്ടണത്തിലെ ബീച്ചിലെത്തിയിരിക്കുകയാണ് ഞാൻ. രസകരമായ കാഴ്ചകളാണ് ബീച്ചിലുള്ളത്. ഞാൻ ദനാങ് നഗരത്തിൽ വന്നിട്ട് 1 മണിക്കൂറായിട്ടേ ഉള്ളൂ. താമസിക്കുന്ന ഹോട്ടൽ ബീച്ചിൽ തന്നെ ആയതുകൊണ്ട് ബീച്ചിലൂടെ ഒന്നിറങ്ങി നടക്കുകയാണ്. ഇവിടെ ദനാങ് ബീച്ചിന്റെ ഒരു ലാൻഡ്മാർക്ക് സൈൻ വെച്ചിട്ടുണ്ട്. അതിന്റെ മുന്നിലും പിന്നിലുമൊക്കെ നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുന്നു. അതിനപ്പുറം മനോഹരമായ ബീച്ച്. ഏതു നേരവും സർഫിങ്ങിന് പറ്റുന്ന രീതിയിൽ തിരയടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അല്പം മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. നല്ല തണുപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ കുറവാണ്. കുറച്ച് പാശ്ചാത്യരൊക്കെ ബീച്ചിലൂടെ നടക്കുന്നുണ്ട്. പിന്നെ ചൈനയിൽ നിന്നോ ജപ്പാനിൽ നിന്നോ വന്ന ആളുകളുടെ സംഘങ്ങൾ. നല്ല ഉച്ചനേരമാണ്, പക്ഷേ കൊടും തണുപ്പുമാണ്. കേരളത്തിൽ ഈ സമയം ചുട്ടുപൊള്ളുന്ന ഒരു കാലാവസ്ഥയാണെന്ന് ഓർക്കണം. കേരളത്തിന്റെ അതേ ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ് വിയറ്റ്നാം. വിയറ്റ്നാമി ഫ്ലാഗും ആചാരങ്ങൾക്കുള്ള തരം നാട്ടു ഫ്ലാഗുകളുമൊക്കെ കടൽ തീരത്തുണ്ട്. അത് ഒരു ക്ഷേത്രത്തിന് മുന്നിലാണ്. ഒരു ചൈനീസ് ടെമ്പിളാണ് ഇവിടെയുള്ളത്. കടലിന് അഭിമുഖമായി നിൽക്കുന്ന ക്ഷേത്രം. ബീച്ച് വിപുലീകരണവും നവീകരണവുമൊക്കെ നടന്നെങ്കിലും പഴയ ആ ക്ഷേത്രത്തെ തൊട്ടിട്ടില്ല. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ. ആ ഫ്ലാഗുകൾ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ക്ഷേത്രക്കൊടികൾ. ഇതാണ് ചൈനീസ് ടെമ്പിൾ. ചൈനീസ് ലിപിയിലാണ് എഴുത്തുകൾ. ഇംഗ്ലീഷ് ലിപിയിലാണ് വിയറ്റ്നാമീസ് എഴുതുന്നത്. ക്ഷേത്രത്തിനകത്തെ കാഴ്ച ഇതാണ്. ക്ഷേത്ര പരിസരത്ത് അധികം ആളുകളൊന്നുമില്ല. ബീച്ചിലാകട്ടെ അങ്ങിങ്ങ് കുറച്ചു പേരൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ബീച്ചിലെ പ്രൊമനേഡിലൂടെ നടന്നു. മനോഹരമാണ്. നല്ല വൃത്തിയും വെടിപ്പുമുണ്ട്. ഒരു ഭാഗത്ത് തെങ്ങിൻ തോപ്പ്. തെങ്ങിൻ തോപ്പിനുള്ളിൽ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ. തെങ്ങിൻ തോപ്പിനിപ്പുറം വഴിവക്കിൽ ഇതുപോലുള്ള കിയോസ്കുകളും റെസ്റ്റോറന്റുകളുമെല്ലാമുണ്ട്. ചൈനീസ് ന്യൂ ഇയർ കഴിഞ്ഞതേയുള്ളൂ എന്നതിന്റെ സൂചന പോലെ അവിടെയൊക്കെ കുറെ റാന്തലുകൾ തൂക്കിയിട്ടിരിക്കുന്നു. ബിയറും ലഘുഭക്ഷണവും എല്ലാം കിട്ടുന്ന റെസ്റ്റോറന്റുകളാണ്. ബീച്ചിലെ എല്ലാ റെസ്റ്റോറന്റുകളിലും ബിയർ കിട്ടും. നമ്മുടെ ബീച്ചുകളിലാണ് അതൊന്നും കിട്ടാത്തത്. അതുകൊണ്ട് വിദേശികൾക്ക് അവിടേക്ക് വരാൻ വലിയ താല്പര്യമൊന്നുമില്ല താനും. ഇവിടെ മെനു ബോർഡൊക്കെ എല്ലാ റെസ്റ്റോറന്റുകളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. ചിത്രം നോക്കി മാത്രമേ നമുക്ക് വിഭവങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അതിനാൽ എല്ലാ റെസ്റ്റോറന്റിലും ചിത്രത്തോടു കൂടിയ മെനു കാർഡ് ആയിരിക്കും. കരിക്ക്, പലവിധ ലഘുഭക്ഷണങ്ങൾ എന്നിവയൊക്കെ കിട്ടും ഇവിടെ. സൂപ്പ്, സാൻഡ്വിച്ചുകൾ, നൂഡിൽസ്, റൈസ് എന്നിവയെല്ലാം. ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ വിൽപ്പന. ബിക്കിനി, പാവാട, പ്രിന്റഡ് ഷർട്ടുകൾ എല്ലാമുണ്ട്. ലോകത്തെ ഏത് ബീച്ചിലെയും കാഴ്ചകൾ. വലിയ ആഘോഷവും ബഹളവുമൊന്നുമില്ല. വളരെ ശാന്തമായൊരു ബീച്ച്. കൂടുതൽ സ്ഥലവും ബീച്ചിനോട് ചേർന്നുള്ള തെങ്ങിൻ തോപ്പുകളാണ്. നമ്മുടെ തീരദേശങ്ങൾ വൃത്തിയാക്കിയിട്ടാൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇവിടെ ഇങ്ങനെയുള്ള വലിയ റെസ്റ്റോറന്റുകളുമുണ്ട്, ഹോട്ടലുകളും. തെങ്ങിൻ തോപ്പിൽ കുറെ ആളുകൾ ഹാമക് കെട്ടിക്കിടക്കുന്നു. ഇവിടുത്തെ ചായക്കടക്കാരൊക്കെയാണ്. ബീച്ചിൽ കുട്ടികൾ ഇരുന്ന് മണലിൽ കളിക്കുന്നു. ഞാൻ ദനാങ് എന്താണെന്ന് പരിചയപ്പെടാൻ വേണ്ടി ഇറങ്ങി നടക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിയായപ്പോഴാണ് ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തത്. അത് കഴിഞ്ഞ് ദനാങ്ങിലൂടെ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങുകയായിരുന്നു. ഇവിടെ മൈ ഹാൻഡ് സീ ഫുഡ് എന്നൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ നല്ല തിരക്കാണ്. ബസ്സുകളിൽ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ടൂർ സംഘങ്ങളാണ്. ഗ്രൂപ്പ് ടൂറുകളുമായിട്ട് വരുന്നവർ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നതും സഞ്ചാരത്തിന്റെ ഒരു ഗ്രൂപ്പ് ടൂറിന്റെ ഭാഗമായിട്ടാണ്. ആ സംഘം ഹാലോങ് ബേ എന്ന സ്ഥലത്ത് നിന്ന് രാത്രിയോടെ ഇവിടെ ദനാങ്ങിലെത്തും. ഇവിടെ ഇതാ ഒരു കെട്ടിടം. കാടുപിടിച്ചതെന്ന് തോന്നുന്ന കെട്ടിടം. അതിമനോഹരമാണത്. എല്ലാ ജാലകത്തിലും വൃക്ഷങ്ങളും ചെടികളും വളർന്നിരിക്കുന്നു. വിചിത്രമായൊരു കാഴ്ചയാണത്. റോഡിന്റെ മറുഭാഗത്ത് മുഴുവൻ ഇത്തരം വലിയ കെട്ടിടങ്ങളാണ്. ഹോട്ടലുകളാണ് കൂടുതലും. അതിന്റെ താഴെ വഴിയരികിൽ ഇതുപോലെ പഴക്കച്ചവടക്കാരുണ്ട്. പലതരം പഴങ്ങൾ. അതിൽ ദൂരിയൻ എന്നൊരു പഴമാണിത്. ചക്ക പോലെയിരിക്കും.
കണവ ഉണങ്ങിയത് പ്ലാസ്റ്റിക് കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. കച്ചവടക്കാരനോട് കണവയുടെ വില ചോദിച്ചു. 1,00,000 ദോങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 350 രൂപയാണ്. കണവ ഉണങ്ങിയതിന് വലിയ വിലയാണ്. പലതരം ഫ്രൂട്ട്സുമായി ചിലർ പോകുന്നു. ഇത്തരം മൊപ്പഡിലും ബൈക്കിലുമൊക്കെ ചുറ്റി നടന്നാണ് കച്ചവടം. ഒരു സ്റ്റേഷനറി കട മുഴുവൻ തന്നെയുണ്ട് ബൈക്കിന്റെ പുറകിൽ. കൂളിംഗ് ഗ്ലാസ്, ഷൂസ്, ബാഗ്, അങ്ങനെ പലതും. വേറൊരാൾ ചക്കപ്പഴം, പേരയ്ക്ക, നാരങ്ങ, കൈതച്ചക്ക ഇതെല്ലാം പൊളിച്ച് മുറിച്ച് പ്ലാസ്റ്റിക് കൂട്ടിൽ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നു. അങ്ങനെ എന്തും ഏതും കച്ചവടത്തിനുള്ള വസ്തുക്കളാക്കി മാറ്റി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് ഈ നാട്ടുകാർ. പെട്ടെന്ന് ഗൾഫിലേക്ക് പോവുക എന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ നിന്ന് ജീവിക്കുക എന്നതാണ് വിയറ്റ്നാംകാരുടെ ഒരു രീതി. നടന്നു ചെല്ലുമ്പോൾ വേറൊരിടത്ത് ഒരു തട്ടുകടയാണ്. ഇതാണ് ഇവിടുത്തെ നാടൻ തട്ടുകട. സ്ത്രീകളാണ് ഇവിടെയൊക്കെ തട്ടുകടകളൊക്കെ നടത്തുന്നവരിൽ കൂടുതലും. വൃത്തിയും വെടിപ്പുമുണ്ട്. കാറ്റടിക്കാതിരിക്കാൻ ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നു. അവിടെ വിൽക്കുന്ന സാധനങ്ങളുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. സാൻഡ്വിച്ചാണ് ഈ തട്ടുകടയിലെ പ്രധാന കച്ചവടം. ഗ്രില്ല് ചെയ്ത കടൽ വിഭവങ്ങൾ പലതുണ്ട്. ഇത് നീരാളിയെ ഗ്രില്ല് ചെയ്തതാണ്. അതിനുമേൽ മുളകുപൊടിയൊക്കെ ഇട്ട് തരും. നീരാളി മാംസവും സോസേജും ഒക്കെയുണ്ട്. സാൻഡ്വിച്ചിനകത്ത് മാംസമാണ് വയ്ക്കുന്നത്. ആദ്യം എന്തോ സൂപ്പ് പോലത്തെ സാധനം ഒഴിക്കും. പിന്നെ അതിനകത്ത് കുറച്ചിലകളും മറ്റു സാധനങ്ങളുമൊക്കെ വയ്ക്കും. ഒരു നീളൻ ബ്രെഡിനെ എടുത്ത് കത്തികൊണ്ട് പിളരുന്നതാണ് ആദ്യ പരിപാടി. പിന്നെ അതിനകത്ത് കുറച്ച് ബട്ടർ പുരട്ടും. പിന്നെ മുറിച്ചുവെച്ച ചില ചേരുവകളിടും. പിന്നെ കുറച്ച് പന്നിമാംസം, കുറച്ചിലകൾ, സവാള, ഇതെല്ലാം കൂടി വെച്ചു കഴിയുമ്പോഴേക്കും ഒരു സാൻഡ്വിച്ച് റെഡിയായി. ഞാൻ അവിടെ നിന്ന് വീണ്ടും നടന്നു. വഴിയിൽ ടൂറിസ്റ്റുകളുണ്ട്. ദനാങ് നഗരത്തിലല്ല പ്രധാന കാഴ്ചകൾ എന്നതുകൊണ്ടാണ് ഈ സമയത്ത് അധികം ടൂറിസ്റ്റുകളെ കാണാത്തത്. ഇവിടെ ഓഷ്യൻ ബീച്ച് ക്ലബ് എന്നൊക്കെ ബോർഡ് വെച്ച ചില സ്ഥാപനങ്ങളുണ്ട്. നൈറ്റ് ക്ലബ്ബ് പോലെ പ്രവർത്തിക്കുന്നത്. വഴിയോരങ്ങളിൽ ഇതുപോലെ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ധാരാളമുണ്ട്. ഇതിവിടുത്തെ പിങ്ക് ബീച്ച് എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ്. പിങ്ക് നിറത്തിലുള്ള കസേരകളും കുടകളും കെട്ടിടവുമൊക്കെ. രാത്രിയാകുമ്പോൾ അടിപൊളി സംഗീതവും മറ്റുമായി ആകെ സജീവമാകും. കുറെ ആളുകൾ വരികയും ചെയ്യും. രാത്രിയിലാണ് ഇവിടുത്തെ ജീവിതം. വിവാഹ പാർട്ടിയിൽ വധൂവരന്മാർക്കിരിക്കാൻ എന്നതുപോലെ സ്റ്റേജ് സജ്ജമാക്കിയിരിക്കുന്നു. ബീച്ചിലേക്ക് ചെല്ലുമ്പോൾ ബീച്ച് ചെയറുകളും കുടകളുമെല്ലാമുണ്ട്. അതൊക്കെ ആളൊഴിഞ്ഞു കിടക്കുകയാണ്. ജനത്തിരക്കില്ല. നല്ല ഒന്നാന്തരം മണലാണ്. മാലിന്യലേശമില്ലാത്ത തൂവെള്ള നിറത്തിലുള്ള മണൽ. ദനാങ് എന്ന ബോർഡൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. കൂടുതൽ ആളുകളില്ലാത്തതുകൊണ്ട് ഒരു ഉന്മേഷമില്ല. നമ്മൾ ബാലിയിലും പട്ടയയിലുമൊക്കെ കാണുന്നത് പോലെ ബീച്ച് നിറയെ ആളുകൾ വേണം. എങ്കിലേ ഒരു ആഘോഷ മൂടുണ്ടാകൂ. ഇവിടെ കുറച്ചാളുകളേ ഉള്ളൂ. കുടുംബസമേതം വന്ന് ആ മണലിൽ കളിയിലും വായനയിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരെയും കാണാം. ദനാങ് ബീച്ച് വളരെ നീളമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാവാം ആളുകൾ ചിതറിയാണ് നടക്കുന്നത്. ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്ന 12ഓളം ബീച്ചുകളുണ്ട് ദനാങ്ങിൽ. ഒരൊറ്റ തീരമാണെങ്കിലും ഓരോ ബീച്ചും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. 2024 ട്രിപ്പ് അഡ്വൈസർ ലോകത്തെ ഏറ്റവും മികച്ച ബീച്ചുകൾ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊന്ന് ദനാങ്ങിലേതായിരുന്നു. ബീച്ചിന്റെ റോഡ് സൈഡിലെ ഭാഗത്ത് എക്സസൈസ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ നിരത്തി സ്ഥാപിച്ചിട്ടുണ്ട്. പബ്ലിക് ജിം എന്ന് പറയാം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പബ്ലിക് ജിം ആരംഭിക്കാനുള്ള ഒരു പദ്ധതി സർക്കാർ തയ്യാറാക്കുന്നുണ്ട്. അതിലും ഇത്തരം ഉപകരണങ്ങളാണ് സ്ഥാപിക്കുക. ആളുകൾക്ക് ഫ്രീയായി പലവിധ ആക്ടിവിറ്റികൾ നടത്താം. ഇവിടെ ടൂറിസ്റ്റുകളും നാട്ടുകാരുമൊക്കെ ഈ പബ്ലിക് ജിം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ബീച്ചിന്റെ വൃത്തിയും മനോഹാരിതയും ഡിസിപ്ലിനുമാണ് പ്രധാനം. ദൂരിയാനും ചക്കയുമൊക്കെ വിൽക്കുന്നവർ എവിടെയുമുണ്ട്. പക്ഷേ അവർ ആരെയും ശല്യപ്പെടുത്തുന്നില്ല.
ദൂരിയാൻ തന്നെയാണ് പ്രധാന കച്ചവടം. ബൈക്കിന്റെ പിറകിൽ അതും കെട്ടിവെച്ച് ഇവർ ബീച്ചിലൂടെയും മറ്റും ചുറ്റി സഞ്ചരിക്കുന്നു. ഇടയ്ക്ക് അവരെല്ലാം ഒന്നിച്ചു ചേർന്ന് വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കും. ദൂരിയാൻ തൂക്കി വിൽക്കുന്നുമുണ്ട്. ബീച്ചിലെ തെങ്ങിൻ തോപ്പ് രാത്രി ആഘോഷത്തിന്റെ ഒരു സ്ഥലമായിരിക്കുമെന്ന് മനസ്സിലായി. ഇവിടെ മോക് ഹുവോങ് എന്ന ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് ഉണ്ട്. ഈ സമയമായപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പായി. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചേക്കാമെന്ന് തീരുമാനിച്ചു. 2 തരുണിമാർ വലിയ ഉത്സാഹമൊന്നുമില്ലാതെ ഒരിടത്ത് നിൽപ്പുണ്ട്. ഞാൻ കയറി ചെന്നിട്ടും വലിയ താല്പര്യമൊന്നുമില്ല. ഈ നേരത്തും ഇവിടെ ആളുകളൊന്നുമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് സംശയമായി. സീ ഫുഡ് റെസ്റ്റോറൻ്റാണിത്. ഞണ്ട്, കക്ക, പ്രോൺസ്, ടൈഗർ പ്രോൺസ്, ലോബ്സ്റ്റർ, കൊഞ്ച് ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളുണ്ട്. നമുക്ക് വേണ്ട വിഭവം ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഞാൻ ചെന്നതോടുകൂടി 1-2 പേർ കൂടി വേറെയും കയറി വന്നു. റെസ്റ്റോറൻറ്റിന് ഒരനക്കമൊക്കെ വെച്ചു. പെൺകുട്ടി വന്ന് ഓർഡർ എടുത്തു. ബീച്ചിലെ റെസ്റ്റോറൻറ്റിൽ വരുന്നവർ ബിയർ കുടിച്ചേ പറ്റൂ. ഞാൻ ഓർഡർ ചെയ്ത സീ ഫുഡ് നൂഡിൽസ് വന്നു. ഒരു വിചിത്ര വിഭവമാണിത്. ധാരാളം വെജിറ്റബിൾസ്, നീരാളി, കൊഞ്ച്, പ്രോൺസ് ഇങ്ങനെ കടൽ വിഭവങ്ങളെല്ലാമാണ് അതിനു മുകളിൽ കാണുന്നത്. കുറച്ച് സോസൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കാണാൻ വളരെ കളർഫുള്ളാണ്. അതിൻ്റെ അടിയിലാണ് നൂഡിൽസ്. നൂഡിൽസിനെ കടൽ വിഭവങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണെന്ന് തോന്നും. ഞാൻ അതിനിട്ട് ഒരു പിടുത്തം ആരംഭിച്ചു. സമീകൃത ആഹാരമാണ്. അത് ആസ്വദിച്ചു കഴിച്ചു. നന്നായിട്ടുണ്ട്. അപ്പോഴേക്കും അന്തരീക്ഷം മൂടിക്കെട്ടി. ഒരു മഴ പെയ്തേക്കുമെന്ന് തോന്നി. ഭക്ഷണം ആസ്വദിച്ച് ഞാൻ അവിടെ ഇരുന്നു. എനിക്ക് പിന്നാലെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി വന്നവരും കടൽ വിഭവങ്ങൾ ആസ്വദിക്കുകയാണ്. ഭക്ഷണശേഷം ഞാൻ അവിടെ നിന്നും ഇറങ്ങി. ഈ സമയമായപ്പോഴേക്കും ഞാൻ 2-3 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. നേരെ മുന്നിൽ കാണുന്നതാണ് ഹിൽട്ടൺ ഗാർഡൻ ഹോട്ടൽ. ഞാൻ തിരികെ ആ ഹോട്ടലിലേക്ക് ചെന്നു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അടുത്ത ദിവസം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഗാർഡൻ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലെത്തി. രാത്രിയിൽ സഞ്ചാരം ടീമിലെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ പലരെയും ഞാൻ റെസ്റ്റോറൻറ്റിൽ വെച്ച് പരിചയപ്പെട്ടു. ടൂർ മാനേജർ സമീലും റെഡി. ഇവിടുത്തെ ലോക്കൽ ഗൈഡ് ഇദ്ദേഹമാണ്, മൈക്കിൾ. സഞ്ചാരത്തിന് വേണ്ടി ബസ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ബസ്സിനകത്തു കയറി. ഇതാണ് സഹയാത്രികർ, സഞ്ചാരത്തിന്റെ ഒരു ഗ്രൂപ്പ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇവരെ പലയിടത്തായി കണ്ടിരുന്നുവെങ്കിലും എല്ലാവരെയും ഒന്നിച്ചു കാണുന്നത് ബസ്സിനകത്താണ്. ഇനി ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ് ഞങ്ങൾ. ഇന്ന് ആദ്യം പോകുന്നത് ബെനാ ഹിൽസ് എന്ന ഒരു മലമുകളിലേക്കാണ്. ഇവിടെ നിന്നും 20 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. ട്രൂവോങ് സോൺ എന്ന പർവ്വതനിരയുടെ ഭാഗമായ പ്രദേശമാണത്. ഒരു ഗംഭീര പ്രദേശമാണ്. ഇവിടെ ഇത്ര തണുപ്പാണെങ്കിൽ മലമുകളിൽ അതിഭീകരമായ തണുപ്പായിരിക്കുമെന്നും ജാക്കറ്റും സ്വെറ്ററുമൊക്കെ എടുത്തുകൊള്ളണമെന്നും മൈക്കിൾ ഇന്നലെ തന്നെ സംഘത്തിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. മൈക്കിൾ ഇവിടുത്തെ സാമൂഹിക സാഹചര്യമൊക്കെ വിവരിക്കുകയാണ്. ബെനാ ഹിൽസിന്റെ അടിവാരത്തെത്തും വരെയുള്ള ഒരു വിവരണം. ബെനാ ഹിൽസിന്റെ അടിവാരം വരെ ബസ് പോവുകയുള്ളൂ. അവിടെ നിന്ന് കേബിൾ കാറിലായിരിക്കും യാത്ര. ഈ കാണുന്നതൊക്കെ വിയറ്റ്നാമീസ് കൊടികളാണ്. രാജ്യത്തിന്റെ പതാകയും പാർട്ടി പതാകയും. പാർട്ടിയുടെയും രാജ്യത്തിന്റെയും പതാകകൾ ഒരുമിച്ച് സ്ഥാപിച്ചിരിക്കുന്നത് എല്ലായിടത്തും കാണാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. അതിന് വലിയൊരു കഥയുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ വിയറ്റ്നാമിൽ അധികാരം സ്ഥാപിച്ച ഫ്രഞ്ചുകാർ ഈ നാടിനെ തെക്കൻ വിയറ്റ്നാം എന്നും വടക്കൻ വിയറ്റ്നാം എന്നും വിഭജിച്ച് ഭരണം നടത്തുകയായിരുന്നു. 2-ാം ലോകമഹായുദ്ധത്തിന്റെ അവസാനത്തോടെയാണ് ഹോച്ചിമിൻ എന്ന നേതാവിന്റെ കീഴിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. സോവിയറ്റ് യൂണിയന്റെ പിന്തുണയോടെ വടക്കൻ വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് ഗറില്ലകൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ തെക്കൻ വിയറ്റ്നാം പിടിച്ചെടുത്ത് രാജ്യത്തെ ഏകീകരിക്കാനുള്ള പോരാട്ടം തുടങ്ങി.
തെക്കൻ വിയറ്റ്നാമിനു വേണ്ടി അമേരിക്കൻ സൈന്യം രംഗത്തിറങ്ങിയതാണ് 20 വർഷം നീണ്ട വിയറ്റ്നാം യുദ്ധത്തിന് കാരണമായത്. യുദ്ധാവസാനം വിജയം കമ്മ്യൂണിസ്റ്റുകൾക്കായിരുന്നു. അന്നു മുതൽ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി തുടരുകയും ചെയ്യുന്നു. നേരെ മുന്നിൽ കാണുന്നത് ഒരു പാലമാണ്, ഡ്രാഗൺ ബ്രിഡ്ജ്. ഹാൻ നദിക്ക് കുറുകെയുള്ള പാലം. ഒരു ഡ്രാഗന്റെ രൂപത്തിലാണ് അത് പണിതുവച്ചിരിക്കുന്നത്. നിരവധി ആർച്ചുകളുള്ള ഒരു പാലമാണ്. ആ ആർച്ചിന്റെ ഒരു ഭാഗത്തെ ഡ്രാഗണാക്കി മാറ്റിയതാണ്. 2013 പൂർത്തിയായ പാലമാണിത്. 666 മീറ്ററാണ് ആകെ നീളം. ഉത്തര വിയറ്റ്നാം സൈന്യം ദനാങ് പട്ടണം പിടിച്ചെടുത്തതിന്റെ 38ാം വാർഷിക ദിനത്തിലായിരുന്നു പാലത്തിന്റെ ഉദ്ഘാടനം. ദനാങ്ങിന്റെ ഒരു ലാൻഡ്മാർക്കാണ് ഇപ്പോൾ ഈ ഡ്രാഗൺ ബ്രിഡ്ജ്. 6 വരി പാതയാണ് പാലത്തിനുള്ളത്. പിന്നെ 2 വശത്തും നടക്കാനുള്ള പാതയുമുണ്ട്. ഹാൻ നദിയുടെ 2 കരകളിലുമായിട്ടാണ് ദനാങ് നഗരം രൂപപ്പെട്ടിരിക്കുന്നത്. 12 ലക്ഷത്തിലധികം ആളുകൾ വസിക്കുന്ന നഗരമാണ് ദനാങ്. ഇവിടെ ഇപ്പോഴും ബൈക്കിൽ ധാരാളം ആളുകൾ യാത്ര ചെയ്യുന്നത് കാണാം. അതിൽ ഓഫീസിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പോകുന്നവർ മുതൽ കച്ചവട വസ്തുക്കളുമായി പോകുന്നവർ വരെയുണ്ട്. വലിയൊരു പിക്കപ്പിൽ കൊള്ളുന്ന സാധനങ്ങളുമായി ബൈക്കിൽ പോകുന്നവർ ഈ പട്ടണത്തിലെ സ്ഥിരം കാഴ്ചയാണ്. വടക്കൻ വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് സൈന്യത്തെയും തെക്കൻ വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് ഗറില്ലകളെയും വളരെ പെട്ടെന്ന് ഒതുക്കാമെന്ന് കരുതിയാണ് അമേരിക്ക ഈ നാട്ടിൽ യുദ്ധത്തിനെത്തിയത്. പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. 58,000 സൈനികരെ അവർക്ക് നഷ്ടമായി. അതോടെ അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഏകീകരിക്കപ്പെട്ട വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസം ചൈനയിലേതുപോലെ തന്നെയാണ്. മുതലാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, സ്വകാര്യ സ്വത്ത് സമ്പാദനത്തെ എതിർക്കാത്ത, എല്ലാത്തരം സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന, മൂലധന ശക്തികളെ അനുകൂലിക്കുന്ന ഒരു സംവിധാനം. കമ്മ്യൂണിസത്തിന്റെ യഥാർത്ഥ ആശയത്തിലൊന്നുമല്ല ഇപ്പോൾ ഭരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഒരു പാർട്ടി ഭരിക്കുന്നു. സോഷ്യലിസ്റ്റ് വിയറ്റ്നാം എന്ന് പേരിട്ടിരിക്കുന്നു. അത്രയേയുള്ളൂ. ബസ് ഒരു വലിയ ഫ്ലൈ ഓവറിലൂടെ കടന്നു പോവുകയാണ്. താഴെ നഗരം കാണാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാനുഫാക്ചറിംഗ് രംഗത്ത് വിയറ്റ്നാം വലിയ കുതിപ്പാണ് നേടിയത്. ആ മേഖലയിൽ വൻതോതിലുള്ള വിദേശ നിക്ഷേപവും ഇവിടെ നടക്കുന്നു. ചൈനയിലേതിനേക്കാൾ ചുരുങ്ങിയ ചെലവിൽ ഉൽപാദനം നടക്കുമെന്നതിനാൽ പല വിദേശ കമ്പനികളും ഇപ്പോൾ വിയറ്റ്നാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വർക്കുകളൊക്കെ ഇപ്പോൾ നടക്കുന്നത് വിയറ്റ്നാമിലാണ്. ബസ്സിൽ ഒരു ഐസ് ബോക്സിൽ വെള്ളക്കുപ്പിയുണ്ട്. മൈക്കിൾ അതെല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. ഇത്തരം ടൂറുകളിലെല്ലാം ബസ്സിൽ ആവശ്യമായ വെള്ളം സൂക്ഷിക്കും. ഇന്നു പക്ഷേ വെള്ളത്തിന് അധികം ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. മലമുകളിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ദുഷ്കരമാകുമെന്ന് വ്യക്തമായി. നമ്മുടെ മൂന്നാർ പോലുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് ബനാ ഹിൽസ്. ബസ് ബനാ ഹിൽസിന്റെ അടിവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ബസ് പാർക്കിംഗ് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുകയും ചെക്ക് ഇൻ ചെയ്യുകയും ഒക്കെ വേണ്ടത്. ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി. ഇനി കേബിൾ കാറിലാണ് മലമുകളിലേക്ക് പോകേണ്ടത്. ഇതാണ് ചെക്ക് ഇൻ ഏരിയ. വലിയ പന്തൽ പോലെ ഒരു ഭാഗം. പല പല ഗ്രൂപ്പുകളിലായി ആയിരക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. പല ടൂർ ഗൈഡുകൾ പല സംഘങ്ങളെയും നയിച്ചു പോകുന്നു. ഗംഭീരമായ സൗകര്യങ്ങൾ. പ്രൊഫഷണലായി, കലാപരമായി, സുന്ദരമായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ബനാ ഹിൽസ്. സൺവേൾഡ് എന്ന ഒരു കമ്പനിയാണ് ഇത് നടത്തുന്നത്. ബനാ ഹിൽസ് എന്നത് മലമുകളാണ്. അതിന്റെ താഴ്വാരമാണിത്. ഷോപ്പിംഗ്, ഫുഡ് എന്നിവയ്ക്കെല്ലാമുള്ള സൗകര്യങ്ങൾ ഈ താഴ്വാരത്തുമുണ്ട്. മലമുകളിലാവട്ടെ എന്റർടൈൻമെന്റിന്റെ ഒരു സിറ്റി തന്നെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ചൈനീസ് ശൈലിയിലാണ് ചില ഭാഗങ്ങളൊക്കെ. ചെറിയ നദികളുടെയും തോടുകളുടെയും എല്ലാം മുകളിലൂടെ ചൈനീസ് ശൈലിയിലുള്ള പാലങ്ങൾ. എല്ലായിടവും സുന്ദരമായി ഒരുക്കി വെച്ചിരിക്കുന്നു. ഫ്രഞ്ചുകാരുടെ കാലത്ത് 1920കളിൽ തന്നെ ബനാ ഹിൽസ് ഒരു സുഖവാസ പ്രദേശവും ടൂറിസ്റ്റ് കേന്ദ്രവുമായി മാറിയിരുന്നു. ഫ്രഞ്ചുകാർ തന്നെയായിരുന്നു അന്ന് അവിടുത്തെ സന്ദർശകരിൽ കൂടുതലും. ലോകമഹായുദ്ധവും വിയറ്റ്നാം യുദ്ധവുമെല്ലാം പിന്നീട് ആ ഹിൽ സ്റ്റേഷന്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തി.
വിയറ്റ്നാമിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിൽ ഒന്നായ സൺ ഗ്രൂപ്പ് 2007 ബെനാ ഹിൽസിലെ ടൂറിസം പ്രോജക്റ്റ് ഏറ്റെടുത്തതോടെയാണ് ഇവിടം പ്രമുഖമായൊരു കേന്ദ്രമായി വളർന്നത്. ഫ്രഞ്ച് വില്ലേജ്, ഫാന്റസി പാർക്ക്, വൈൻ വില്ലേജ്, ഗോൾഡൻ ബ്രിഡ്ജ് എന്ന സവിശേഷമായ പാലം എന്നിവയൊക്കെ അവർ മലമുകളിൽ ഒരുക്കി. ഈ നടക്കുന്ന ഭാഗം ബെനാ ഹിൽസിന്റെ എൻട്രൻസ് മാത്രമാണ്. വലിയൊരു പ്രോജക്റ്റാണിത്. മലേഷ്യയിലെ ജെൻഡിങ് ഹൈലാൻഡ് പോലൊരു നഗരമാണിത്. ഒരു ഉല്ലാസ നഗരം. ഇവിടെ നിന്ന് ഇനി കേബിൾ കാറിൽ കയറണം. എല്ലാവർക്കുമുള്ള ടിക്കറ്റ് ടൂർ മാനേജർ വിതരണം ചെയ്തു. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കേബിൾ കാർ സർവീസ് ഉള്ളത് ഈ ബെനാ ഹിൽസിലാണ്. ഇവിടെ നിന്നാണ് കേബിൾ കാറിൽ കയറേണ്ടത്. അതിനുള്ള ഊഴം കാത്ത് ഞങ്ങൾ നിന്നു.